ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. അതായത് ബോഡി പെയിൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മൾ അതായത് ക്രാഫ്റ്റ് മെറ്റീരിയൽ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു. അതിൽ നമ്മളൊരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ ചെയ്യുന്നു, അത് വെച്ചിട്ട് ബോട്ടിലായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മളിന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈഡ് പിക്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് മോൾഡിങ് ടൂൾസാണ്. അതായത് മോഡലിങ്ങും മോൾഡിങ് ടൂൾസുമാണ് ഈ ഇരിക്കുന്നത്. ക്ലേ മോഡലിങ് ടൂൾസും. ഇത് ശരിക്കും ഈ അച്ചുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കേക്ക് ബേക്കേഴ്സ് ഉപയോഗിക്കുന്നതാണിത്. അപ്പോൾ ഇത് നമ്മൾ ക്ലേ വെച്ചിട്ട് ചെയ്യാനും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കുക. അതിൽ ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി. ക്ലേ മോൾഡിങ് ടൂൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് കേക്ക് ചെയ്യാനും ഇത് കേക്ക് അതായത് കേക്കിനെ മുകളിൽ ഭംഗിയാക്കുക, ഫ്ലവേഴ്സൊക്കെ ചെയ്ത് ഭംഗിയാക്കൂലേ, അപ്പോൾ അതൊക്കെ ചെയ്യാനും ഈ മോൾഡിങ് ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലേയും ചെയ്യും, കേക്കിനും ഉപയോഗിക്കുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. ഇലകളുണ്ട്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഒരുപാടുണ്ട്, സ്റ്റാർ ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് ഉണ്ട്, കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോൾഡിങ് ടൂൾസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആമസോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, കിട്ടും. പുതിയ ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്യുന്ന ടൈപ്പുണ്ട്. അപ്പോൾ ഇത് അന്ന് വാങ്ങിച്ചപ്പോൾ കൊണ്ട് എനിക്കൊന്ന് 500 സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കയറി നോക്കുക ആമസോണിൽ. അപ്പോൾ ഇത് മോൾഡിങ് ടൂളാണ്. ഇത് നമ്മൾ ഈ ഷേപ്പ് ഒരു അച്ച് വെച്ച് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അതിലൊക്കെ എടുക്കുന്നത് ആ ഒരു ടൂള്. അപ്പോൾ അത് ഞാനിപ്പോൾ അധികമൊന്നും ഉപയോഗിക്കണം. ഞാൻ വേറെയും വീഡിയോസിലൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ അച്ചുകൾ നമുക്ക് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്ലേ എടുത്തിട്ടുണ്ട്. എയർ ഡ്രൈ ക്ലേയോ അല്ലെങ്കിൽ പോളിമർ ക്ലേയോ അല്ലെങ്കിൽ എന്താ പറയുക, ഹോം മെയ്ഡ് ക്ലേ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. മോൾഡിട്ടുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ഒന്ന് പരത്തി കൊടുക്കുക. എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യാം. ഇന്നത്തെ ഫ്ലവേഴ്സ് ഇതുകൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഒരു 3 എണ്ണം എടുത്ത്, മൊത്തം 4 എണ്ണം ഉണ്ട് ഈ ഒരു ഫ്ലവേഴ്സ്. അപ്പോൾ ഇത് വെച്ച് ഈ ഒരു ഷേപ്പ് കട്ടേഴ്സ് നമ്മൾ 4 എണ്ണം ഉണ്ട് മൊത്തം. അപ്പോൾ ഇത് 3 എണ്ണം ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ഈ ഒരു കട്ടിങ് ടൂൾസ്, കട്ടേഴ്സ് എന്ന് പറയും ഇതിനെ. അപ്പോൾ കുക്കി കട്ടേഴ്സ് എന്നൊക്കെ പറയും ഇതിനെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ്. ഈസി ഫ്ലവർ ആട്ടോ. അപ്പോൾ ക്ലേ വെച്ചിട്ട് ക്രാഫ്റ്റുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു കിറ്റ് ഉപകാരമാണ്. അപ്പോൾ ഇത് കിറ്റ് വാങ്ങിക്കണം, നന്നായിരിക്കും. അപ്പോൾ നമ്മൾ 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അതേപടി ഫ്ലവർ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് വെച്ചിട്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഫ്ലവേഴ്സ് ഒരുപാട് ഉണ്ടാക്കണം, അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ബോൾ എടുത്തു. എന്നിട്ട് ഒരു ചെറിയ ഫ്ലവർ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഷേപ്പ്, ആ ഒരു കട്ടിങ് ഷേപ്പ് അതിന് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചേർത്ത് വെക്കുക. അപ്പോൾ കണ്ടോ, ഒരു ചെറിയ ഫ്ലവറായി. ഇനി നമുക്ക് അത് കൊണ്ടുപോയി ഒരു ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും പേപ്പർ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കില്ല, ആ സെയിം മെത്തേഡാണ് ഈ ചെയ്യണത്. അപ്പോൾ ഒന്നിന് മുകളിലായിട്ട് ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഫെവിക്കോളും മതിയാവട്ടോ ഒട്ടിക്കാം. പിന്നെ ഇപ്പോൾ ഈ ഒരു ക്ലേ ഒട്ടുന്നതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ ഒന്നിന് മീതെ ഒന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പം തന്നെ ഒരു ഫ്ലവറായി. അപ്പോൾ ഇത് ഒരു എതളല്ല, ഒരു ഷേപ്പിലും കൂടെ നമ്മൾ വെച്ച് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന വലിയൊരു പീസ്. അപ്പോൾ 3 ടൈപ്പ്, അതായത് 3 സൈസിലാണ് നമ്മൾ എടുത്ത് വെച്ചത്. അപ്പം മൊത്തം 4 എണ്ണം ഉണ്ട് ഇത്. അപ്പം ഞാൻ 3 എണ്ണം എടുക്കുന്നുള്ളൂ. അപ്പോൾ 3ഉം കൂടെ ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഈ ലാസ്റ്റ് ആ ഒരു ഷേപ്പ് എടുത്തിട്ട് ഒന്നിന് അടുപ്പിച്ചായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് ഒന്നിന് ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി.
അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ ആ ഇതളൊക്കെ ഒന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വിടർത്തി കൊടുക്കാം. അപ്പോൾ ശരിക്കും റോസാപ്പൂ എങ്ങനെയായിരിക്കുന്നത് അതുപോലെ കിട്ടും. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? എളുപ്പം ഈ പരിപാടി. അപ്പോൾ ഈ ഒരു കട്ടർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു റോസാപ്പൂ മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇതേ കാണിക്കുന്നുള്ളൂ. ഒരുപാട് ആകുമ്പോൾ നമ്മൾ വീഡിയോ ലെങ്തി. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാം. ഇനിയും വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടർ വെച്ച് ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ഫ്ലവർ കുഞ്ഞു ഫ്ലവർ ആട്ടോ ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കുറേ ഫ്ലവേഴ്സ് നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സ്റ്റാർ കണ്ടോ, ഇത് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അതിലേക്ക് അത് ക്ലേ ഒന്ന് പരത്തുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്യാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. കൊള്ളാമോ? പെട്ടെന്ന് വരും സ്റ്റാർ. അതും ഒരു ഫ്ലവറായിട്ട് എടുക്കാം, സ്റ്റാറായിട്ട് എടുക്കാം. അതുപോലെ ഹാർട്ട് ഷേപ്പ് ഉണ്ട്, ഇലയുണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി വന്ന ക്ലേ കൊണ്ട് ഞാൻ ബോൾസ് ഉണ്ടാക്കുക കേട്ടോ. നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് ബോൾസിൻ്റെ. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇലയില്ലേ, ലീഫ്, ആ കട്ടറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇലയായി. കണ്ടോ, ചെറുതും വലുതുമായിട്ടുള്ള ഈ കട്ടേഴ്സ് ഉണ്ട്. പല സൈസിലുള്ളതുണ്ട് കേട്ടോ, 3 എണ്ണത്തോളം ഉണ്ട്. അപ്പോൾ ഇലകൾ ചെറുതും വലുതുമായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള പരിപാടി. ഇപ്പോൾ ഈ ഒരു പരിപാടിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഞാനിവിടെ ഒരു ടീൽ ബ്ലൂ കളറൊക്കെ കൊടുത്ത് ഓൾഡ് മോങ്ക് ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിൽ ചെയ്യാൻ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഒരിടയ്ക്ക് അത് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ചെയ്യാൻ തോന്നിയില്ല. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് 2 ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു ബോട്ടിൽ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ഞൻ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഒന്ന് പെയിൻ്റൊന്നും ചെയ്യാതെ നേരെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പക്ഷേ ഞാനത് എടുത്തു കേട്ടോ. അപ്പോൾ എനിക്കെന്തോ ഇന്നങ്ങനെ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ എടുത്തു. അപ്പം നമുക്ക് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ക്ലേ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ചെയ്യുകയാണെങ്കിൽ ഫെവിക്കോളും മതിയാവും. ഇപ്പം ശരിക്കും ഡ്രൈ ആയിട്ടോ, അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിക്കണേ. അപ്പോൾ ഫെവിക്കോളും മതിയാവും കേട്ടോ ഇത് ഒട്ടിക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ കുട്ടിക്കുറുമ്പൻ നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ ക്ലേ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ. ഓരോന്ന് എടുത്ത് പെയിൻറ്റ് എടുത്തുകൊണ്ട് വരും, അതുപോലെ കത്രിക എടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തോളൂ ആൾ. പിന്നെ ക്ലേ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ ഓരോ ബോട്ടിലൊക്കെ നേരെ ഒട്ടിച്ചൊക്കെ വെക്കും. ആൾക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണോ ഈ ക്രാഫ്റ്റിലൊക്കെ ചെയ്യണം അതുപോലെയൊക്കെ ആൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോട്ടിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോൾസും ഒട്ടിച്ചെടുക്കുകയാണ്. അതിന് ഞാനിവിടെ ഫെവിക്കോൾ എടുക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആയതുകൊണ്ട് അത് ഫെവിക്കോളിലും മതിയാവും ഒട്ടിക്കാൻ. അപ്പോൾ കണ്ടോ, ഇത്രയൊക്കെ ഉള്ളൂ പരിപാടി. ഈസി പരിപാടി കേട്ടോ. പിന്നെ അറേഞ്ച്മെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ കളറും കളർ കോമ്പിനേഷനും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം. പിന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ട്രൈഡ് പിക്സ് അയച്ചു തരേണ്ടത് ഫേസ്ബുക്ക് പേജിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലൂടെ അയച്ചു തരാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കയറുമ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സും ബോൾസും ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കളർ ചെയ്താലോ. കളർ ചെയ്യുന്ന പേൾ കളേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെറ്റാലിക് ഷെയ്ഡ്സ് ഉപയോഗിക്കാം, സാധാരണ അക്രിലിക് പെയിൻറ്റ് അതായത് സാധാ ഷെയ്ഡ്സും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ഗോൾഡ്, സിൽവർ ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു ക്ലേ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാൻ അതൊക്കെ ഉപയോഗിക്കണം, നല്ലതായിരിക്കും. ഈ റെഡ് കളർ ഞാൻ നമ്മുടെ റോസാപ്പൂവിന് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ കൊടുക്കാം. പിന്നെ പേൾ വൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആ ഒരു ചെറിയ ഫ്ലവേഴ്സിനൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ ഗ്രീൻ നമ്മൾ ഇലയ്ക്ക് മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കാം, സാധാരണ ഗ്രീൻ കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെറ്റാലിക് വയലറ്റ് ഉപയോഗിക്കുന്നുണ്ട്, റെഡ്, അതുപോലെ ഗോൾഡ്, മെറ്റാലിക് ഗോൾഡ്, പേൾ വൈറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇതേ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. എളുപ്പമാണ്. അപ്പോൾ ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്ലവർ അതുപോലെ ലീഫ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആമസോണിൽ കയറി നോക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടികൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ട്രൈഡ് ഫിക്സ് ആണ്, അത് കണ്ടു നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.